പാളത്തുപ്പിയും പാടത്ത് പണിയെടുക്കുന്ന വേഷവുമായി കർഷകർ കളക്ടറേറ്റിനുള്ളിൽ എത്തിയത് കൌതുക കാഴ്ചയായി. വ്യത്യസ്ത സമരമാർഗത്തിലൂടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഫാമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് കർഷക ദിനത്തിൽ ഇവർ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത്. ഭിക്ഷയാചന സമരത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഭിക്ഷയാചിച്ച ഇവരെ ഉദ്യോഗസ്ഥരും നിരാശപ്പെടുത്തിയില്ല. പാളത്തൊപ്പിയും പാടത്ത് പണിയെടുക്കുന്ന വേഷവുമായി കുറച്ചുപേർ കലക്ടറേറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. പിന്നീട് നീട്ടിപ്പിടിച്ച ഭിക്ഷാപാത്രവുമായി ഇവരെ കണ്ടപ്പോഴാണ് ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ ഭിക്ഷയാചന സമരമാണെന്ന് മനസ്സിലായത്. കർഷകർക്ക് ഓണം പ്രമാണിച്ച് അലവൻസ് നൽകുക, കർഷക പെൻഷൻ നടപ്പിലാക്കുക, കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ അടങ്ങി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള നിവേദനവും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൈനീട്ടിയും ഭിക്ഷാപാത്രം നീട്ടിയും ഇവർ ആഫീസുകൾ കയറിയിറങ്ങി. ചില ആഫീസുകളിൽ ആരും എത്തിയിട്ടില്ലാത്തതിനാൽ ഇവർക്ക് നിരാശരായി മടങ്ങേണ്ടിയും വന്നു. കർഷക വേഷത്തിൽ ഓഫീസിലേക്ക് കയറി വന്ന കൃഷിക്കാരെ കണ്ട് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും ഭിക്ഷ കൊടുക്കാൻ ആരും പിശുക്ക് കാട്ടിയില്ല. മേഡം ഞങ്ങളെ ചിന്ത ഓടിക്കില്ല എന്തൊക്കെയുണ്ടാ കേരളത്തിലെ ജനസംഖ്യയുടെ 10% താഴെ മാത്രം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 90% ചിലവഴിക്കുന്നത്. ബാക്കി വരുന്ന 10% നിന്നാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മധ്യവർത്തികളുടെ ചെലവൊഴിഞ്ഞ് പൊതുസമൂഹത്തിനു വേണ്ടി ചെലവഴിക്കുന്നത്. ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും നീക്കിവെച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. സംസ്ഥാനത്തെ 60%-ലധികം ജനങ്ങളുടെ ഉപജീവനമാർഗം കൃഷി മാത്രമാണ്. ഉദ്യോഗസ്ഥ അനാസ്ഥയും സർക്കാർ അനാസ്ഥയും മൂലം കാർഷിക മേഖലയ്ക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലാപ്സാവുകയോ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുകയോ ചെയ്യുന്നില്ലെന്നും ഇവർ പറയുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ബാങ്ക് കടബാധ്യത ജപ്തി നടപടികൾ മൂലവും കാർഷിക ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ജനപ്രതിനിധികളും ഗവൺമെന്റും ഈ സാഹചര്യം കണ്ടില്ലെന്ന് നടിച്ച് സർക്കാർ ആനുകൂല്യങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സംഘടിത തൊഴിലാളി വിഭാഗങ്ങൾക്കും സംഘടിത മത ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി മാത്രമേ വഴിമാറുകയാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. വ്യത്യസ്തമായ സർക്കാരുകളുടെ മുമ്പിൽ വർഷങ്ങളായിട്ട് ദീനരോധനം പോലെ കാർഷിക മേഖലയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കർഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആവലാതി പരാതി പറഞ്ഞിരുന്നു. പക്ഷെ നാളിതുവരെ ഏതെല്ലാം ഉത്സവങ്ങൾ വന്നാലും, ഓണം വന്നാലും, വിഷു വന്നാലും, ക്രിസ്മസ് വന്നാലും, ഈസ്റ്റർ വന്നാലും, റംസാൻ വന്നാലും കർഷകനെയോ കാർഷിക മേഖലക്കാരെയോ യാതൊന്നും പരിഗണിക്കാതെ കൊണ്ട് ഉത്സവത്തെയും ക്ഷാമബത്തെയും ക്ഷേമനിധി എല്ലാം ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് മാത്രം ആര് വളർന്നു കൊടുക്കുകയും ശമ്പള വർധനവ്, അലവൻസ് വർധനവ്, പെൻഷൻ വർധനവ് ഇതെല്ലാം അറിയിച്ചു. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റുകളുടെ ഈ കർഷക അവഗണനയ്ക്കെതിരെയാണ് ഇവർ സമരം നയിച്ചത്. ചെറുകിട കർഷകർക്ക് ഓണം അലവൻസ് അനുവദിക്കാനും 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകാനും ഇവർ ആവശ്യപ്പെട്ടു. ഭിക്ഷയാചിച്ചു കിട്ടിയ പണം ഉദ്യോഗസ്ഥരുടെ ക്ഷേമനിധിയിലേക്ക് കൊടുക്കണമെന്നാണ് ഇവരുടെ ഉദ്ദേശം. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി KP ജോർജ് കുളത്തറ, ബേബി സക്കറിയാസ്, വർക്കി ചെറുവീട്, ജോസഫ് കാക്കനാട് തുടങ്ങിയവർ ഭിക്ഷയാചന സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.